ഹായ് ഓൾ. നമ്മളിൽ പലർക്കും തോളിലോ കൈമുട്ടിലോ അല്ലെങ്കിൽ ഇടുപ്പിലോ ഒക്കെ വേദന ഉണ്ടാകാറുണ്ട്. ഈ വേദനകൾ മാറ്റാനും ജോയിൻറ്റിൻ്റെ ചലനശേഷി വർദ്ധിപ്പിക്കാനും ഫലപ്രദമായ ചില വ്യായാമങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. നമ്മുടെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ലഭ്യമായ ഒരു സ്റ്റിക്ക് അല്ലെങ്കിൽ വാൻഡ് എക്സർസൈസ് എന്ന് പറയും, അത് ഉപയോഗിച്ച് നമുക്ക് ഈ വ്യായാമം ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെ എക്സർസൈസ് ഷോൾഡർ ജോയിൻറ്റിന് വേണ്ടിയുള്ളതാണ്. ഇതിൻ്റെ പേരാണ് വാൻഡ് ഓവർഹെഡ് റീച്ച്. ഇത് ചെയ്യുന്നത് എന്തിനാണ്? ഈ നമ്മുടെ തോളിലെ ജോയിൻറ്റിൻ്റെ ചലനശേഷി, റേഞ്ച് ഓഫ് മോഷൻ കൂട്ടാനായിട്ടും തോളിലെ പേശികളെ ബലപ്പെടുത്താനായിട്ട് സഹായിക്കുന്നു. തോളിൽ വേദന, അതായത് ഫ്രോസൺ ഷോൾഡർ ഒക്കെ ഉണ്ടെങ്കിൽ ചലനശേഷി കുറവുള്ളവർക്ക് ഇത് വളരെ നല്ലതാണ്. ഇത് ചെയ്യുന്നതിന് വേണ്ടി നിവർന്ന് നിൽക്കുകയോ കസേരയിൽ ഇരിക്കുകയോ ചെയ്യുക. ഒരു നീളമുള്ള സ്റ്റിക്ക് 2 കൈകളും കൊണ്ട് മുന്നിൽ പിടിക്കുക. കൈമുട്ടുകൾ വളയ്ക്കാതെ ഈ സ്റ്റിക്ക് സാവധാനം മുകളിലേക്ക് ഉയർത്തുക. എത്രത്തോളം മുകളിലേക്ക് ഉയർത്താൻ സാധിക്കുമോ അത്രത്തോളം ഉയർത്തുക. വേദന അനുഭവപ്പെടുന്നതിന് തൊട്ട് മുമ്പ് വരെ കൊണ്ട് നിർത്തുക. ഇനി ഒരു 5 മുതൽ 10 സെക്കൻഡ് ആ നിലയിൽ പിടിക്കുക. അതിനുശേഷം സാവധാനം ഈ സ്റ്റിക്ക് താഴേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. ഈ ഘട്ടത്തിൽ ഈ സ്റ്റിക്ക് നമ്മളെ എങ്ങനെയാണ് സഹായിക്കുന്നത്? തോളിൽ വേദനയുള്ളപ്പോൾ ആ കൈ തനിയെ ഉയർത്താൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ വ്യായാമത്തിൽ സ്റ്റിക്ക് ഒരു സഹായമായിട്ട് അല്ലെങ്കിൽ ഒരു എയ്ഡായിട്ടാണ് പ്രവർത്തിക്കുന്നത്. വേദനയില്ലാത്ത കൈയും സ്റ്റിക്കും ചേർത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് വേദനയുള്ള കൈക്ക് ഒരു അസിസ്റ്റൻസ് കിട്ടുന്നു. രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് വാൻഡ് സുപ്പിനേഷൻ ആൻഡ് പ്രൊനേഷനാണ്. ഈ വ്യായാമം കൈത്തണ്ടയിലെ ചലനശേഷി വർദ്ധിപ്പിക്കാനും കൈത്തണ്ടയിലെ പേശികളെ ബലപ്പെടുത്താനായിട്ട് സഹായിക്കുന്നു. കൈത്തണ്ടയിൽ ശസ്ത്രക്രിയ കഴിഞ്ഞവർക്കും വേദനയുള്ളവർക്കും ഇത് ഫലപ്രദമാണ്. ഇത് ചെയ്യുന്നതിന് വേണ്ടി ഒരു കസേരയിൽ ഇരിക്കുക. കൈമുട്ട് ഒരു 90 ഡിഗ്രിയിൽ മടക്കി കൈത്തണ്ട ഒരു മേശപ്പുറത്തോ കട്ടിലിലോ വെക്കുക. വടി ഒരു കൈ കൊണ്ട് പിടിക്കുക. ഒരു കൈ കൊണ്ട് സ്റ്റിക്ക് പിടിക്കുക. ഈ സ്റ്റിക്കിൻ്റെ മറ്റേ അറ്റം തറയ്ക്ക് അഭിമുഖമായി വരുന്നത് പോലെ കൈത്തണ്ട തിരിക്കുക. ഒരു 5 മുതൽ 10 സെക്കൻഡ് ആ നിലയിൽ പിടിക്കുക. അതിനുശേഷം ഈ സ്റ്റിക്കിൻ്റെ അറ്റം മുകളിലേക്ക് വരുന്നത് പോലെ കൈത്തണ്ട തിരിക്കുക. ഒരു 5 to 10 സെക്കൻഡ്സ് ആ നിലയിൽ പിടിക്കുക. ഇങ്ങനെ 10 പ്രാവശ്യം ചെയ്യുക. ഇവിടെ സ്റ്റിക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് സ്റ്റിക്ക് ഒരു ലീവർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മൂവ്മെൻറ്റ് കൃത്യമായിട്ട് ചെയ്യാനായിട്ടും അതിൻ്റെ റേഞ്ച് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. നെക്സ്റ്റ് എക്സർസൈസ് സ്റ്റാൻഡിങ് ഹിപ്പ് ഫ്ലക്ഷൻ ആൻഡ് എക്സ്റ്റൻഷൻ ആണ്. ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഇടുപ്പിലെ പേശികളെ ബലപ്പെടുത്താനും ഇടുപ്പിൻ്റെ ചലനശേഷി വർദ്ധിപ്പിക്കാനും ഈ എക്സർസൈസ് സഹായിക്കുന്നു. നടക്കുന്നതിനും പടികൾ കയറുന്നതിനുമുള്ള കഴിവ് മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് ചെയ്യുന്നതിന് വേണ്ടി നിവർന്ന് നിൽക്കുക. ഈ സ്റ്റിക്ക് 2 കൈകൾ കൊണ്ട് മുന്നിൽ പിടിക്കുക. ഒരു കാല് സാവധാനം മുന്നിലേക്ക് ഉയർത്തുക. ഒരു 5 to 10 സെക്കൻഡ്സ് ആ നിലയിൽ പിടിക്കുക. അതിനുശേഷം കാൽ സാവധാനം പിന്നിലേക്ക് കൊണ്ടുവരിക. ഒരു 5 to 10 സെക്കൻഡ്സ് ആ നിലയിലും പിടിക്കുക. ഇങ്ങനെ 10 പ്രാവശ്യം ആവർത്തിക്കുക. മറ്റേ കാലിലും ഇതുപോലെ ചെയ്യുക. ഇവിടെ സ്റ്റിക്ക് എങ്ങനെയാണ് സഹായിക്കുന്നത്? ഒരു കാലിൽ നിന്നുകൊണ്ട് മറ്റേ കാൽ ചലിപ്പിക്കുമ്പോൾ ബാലൻസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് സ്റ്റിക്ക് മുന്നിൽ പിടിക്കുന്നത് ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്നു. ഇത് വീഴാനുള്ള സാധ്യത കുറയ്ക്കുകയും നമ്മുടെ എക്സസൈസ് പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നമ്മളെ സഹായിക്കുന്നു.